നമസ്കാരം, വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റൂസോ. ഇന്ന് നമ്മൾ ഇക്കിഗായുടെ സ്റ്റേഷൻ 6ലേക്കാണ് പോകുന്നത്. അത് സെൻപൈ. ജീവിതത്തിൽ ഒന്നോ രണ്ടോ മാർഗദർശികളെ തിരഞ്ഞെടുക്കുക. യാത്ര തുടരുമ്പോൾ മുമ്പ് കണ്ട സ്റ്റേഷനുകളിൽ നിന്നും ലഭിച്ച ആശയങ്ങൾ ഓരോന്നായി നമ്മൾ ഇണക്കാൻ ശ്രമിക്കും. ഈ അധ്യായത്തിൽ നമുക്ക് 10,000 മണിക്കൂർ നിയമവും ഇപ്പോൾ കണ്ട പ്രതികരണത്തെയും യോജിപ്പിച്ചു നോക്കാം. എന്നും പിയാനോവിൻ്റെ മുമ്പിലിരുന്നാലും നമ്മൾക്കറിയാവുന്ന, പ്രയാസം കൂടാതെ വായിക്കാൻ കഴിയുന്ന ഇഷ്ടഗാനം വായിക്കാതെ പ്രാഗൽഭ്യം എന്ന ബുള്ളറ്റ് ട്രെയിനിൽ നല്ല വേഗത കിട്ടില്ല. മേഖല ഏതായാലും നിരന്തരം പരിശ്രമിച്ചാൽ മാത്രമേ ഉന്നതിയിലെത്താൻ കഴിയൂ. സ്വാസ്ഥ്യവലയത്തിൽ നിന്നും പുറത്തിറങ്ങി പുതിയ പ്രദേശങ്ങൾ കണ്ടെത്തണം. എളുപ്പമുള്ള ചെരുവിലൂടെ മാത്രം എപ്പോഴും സ്കീ ചെയ്താൽ നമ്മൾ ഒളിമ്പിക്സിലെത്തില്ല. സ്വാസ്ഥ്യവലയത്തിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഭയവും പ്രയാസവും മറികടക്കാൻ നിരന്തരമായ ഒന്നാന്തര പ്രതികരണം വലിയ സഹായകമാകും. ഇതിനെ എറിക്സൺ നിർബന്ധിത പരിശീലനം എന്ന് വിളിക്കുന്നു. ഒരു പുഴ നീന്തി കടക്കാൻ നമുക്ക് ഒരു പരിശീലകന്റെ മേൽനോട്ടവും ഉപദേശവും വേണ്ടിവരുന്നതുപോലെ സെൻപൈ കോഹൈ ബന്ധം. ജപ്പാനിലെ കമ്പനികളിൽ പുതിയൊരു തൊഴിലാളി നിയമിതനായാൽ അയാളുടെ കൂടെ ഒരു സെൻപൈയും നിയുക്തനാകും. സെൻപൈ മേധാവിയല്ല, മാർഗദർശിയും ഉപദേശകനുമാണ്. അവരുടെ ജോലി പുതിയ ജോലിക്കാരന് കോഹൈ വർഷങ്ങളോളം അവർ ചെയ്തിരുന്ന ജോലിയെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും പറഞ്ഞു കൊടുക്കുക എന്നതാണ്. സെൻപൈ കോഹൈ ബന്ധം അറിവ് പകർന്നു കൊടുക്കാനാണ്. ജപ്പാനീസ് സാങ്കേതിക വിദ്യയുടെയും വ്യവസായത്തിൻ്റെയും അടിസ്ഥാന ഘടകം ഇതാണ്. ടൊയോട്ടയിൽ 30 വർഷം എഞ്ചിനുകൾക്ക് രൂപകൽപ്പന നൽകിയ ഒരു എഞ്ചിനീയറിൻ്റെ കോഹൈ ആകുന്നത് സങ്കല്പിച്ചു നോക്കൂ. ഒരു വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ജോലി ചെയ്താൽ എത്ര ഡിഗ്രികൾ എടുത്താലും കിട്ടുന്ന അറിവിനേക്കാൾ അധികമായിരിക്കും. ആരാണ് നിങ്ങളുടെ മാർഗനിർദ്ദേശി? പ്രതിഭാശാലികളായ ആളുകളെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നാം, അവർ കഴിവുള്ളവരായി ജനിച്ചു, എന്നിട്ട് ഇന്ദ്രജാലം കൊണ്ടെന്ന പോലെ പ്രതിഭകളായി എന്ന്. എന്നാൽ എല്ലാ പ്രതിഭകളുടെ പിറകിലും അവരെ നയിച്ച ഒരു അധ്യാപകനോ മാർഗനിർദ്ദേശിയോ ഉണ്ടായിരിക്കും. മൊസാർട്ടിനെ വളരെ ചെറുപ്പം മുതൽ തന്നെ അച്ഛൻ സംഗീതം പരിശീലിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് 10 വയസ്സായപ്പോഴേക്കും 10,000 മണിക്കൂർ മനഃപൂർവ്വമുള്ള പരിശീലനം ചെയ്യാൻ മൊസാർട്ടിന് കഴിഞ്ഞത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആദ്യത്തെ മാർഗനിർദ്ദേശി ഒരു നേത്രരോഗ വിദഗ്ധനായിരുന്ന മാർക്സ് ടാൽമിയർ ആയിരുന്നു. അദ്ദേഹം ഐൻസ്റ്റീൻ്റെ വീട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വരുമായിരുന്നു. അപ്പോൾ കുട്ടിയായിരുന്ന ഐൻസ്റ്റീൻ വായിക്കാൻ ശാസ്ത്ര സംബന്ധമായ പുസ്തകങ്ങൾ ഐൻസ്റ്റീന് നൽകുമായിരുന്നു. ആരും പ്രതിഭകളായി ജനിക്കുന്നില്ല, അത് ആർജിക്കുകയാണ്. അടുത്ത പ്രതിഭാശാലി നിങ്ങളാവാം. അതിന് പ്രായമൊരു തടസ്സമല്ല. പക്ഷേ നിങ്ങളുടെ കഴിവിനെ പുറത്തെടുക്കുന്ന ഒരു മാർഗനിർദ്ദേശിയെ തിരഞ്ഞെടുക്കണം. നല്ലൊരു മാർഗനിർദ്ദേശി പരിശീലനത്തിൻ്റെ ഓരോ മണിക്കൂറും ഏറ്റവും അധികം ഉപയോഗപ്രദമാക്കാനും ഏറ്റവും ശ്രദ്ധയോടെ എപ്പോഴും വെല്ലുവിളികൾ നേരിടാനും നിങ്ങളെ പരിശീലിപ്പിക്കും. സ്വകാര്യ വിഷയങ്ങളാണെങ്കിലും ഒരു നല്ല സെൻപൈയെ തിരഞ്ഞെടുത്താൽ ജീവിതത്തിൽ അർത്ഥവത്തായ കുതിപ്പുണ്ടാകും. അങ്ങനെ ഷിൻകാൻസെൻ പ്രഭാവം നേടാനാവും. ശരിയായ തിരഞ്ഞെടുക്കൽ നമ്മളെ ഇക്കിഗായുമായി അടുക്കാൻ സഹായിക്കും, അതിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നതും അറിയിക്കും. മാർഗദർശി എന്നത് ഒരു വിദഗ്ധനാകാം, രോഗം ചികിത്സിക്കുന്ന തെറാപ്പിസ്റ്റാകാം, കായിക പരിശീലകനാകാം. നിങ്ങളുടെ അഭിനിവേശം പങ്കുവയ്ക്കുന്ന സുഹൃത്ത് വലിയ സഹായകമാകും. മാത്രമല്ല, നിങ്ങൾക്ക് പരസ്പരം സഹായിക്കുകയും ചെയ്യാം. സ്വയം പരിശീലനത്തിനുള്ള വിദ്യകൾ. ശരിയായ മാർഗദർശിയെ തിരയുന്നതിനിടയിൽ പ്രതികരണം ലഭിക്കാൻ മറ്റു മാർഗങ്ങളും ഉപയോഗിക്കാം. കായികാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ പുരോഗമനം അളക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാം. നിങ്ങൾ ചെയ്യുന്ന അതേ പ്രവൃത്തി നന്നായി ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോകൾ കാണാം. നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ ബഹുമാനിക്കുന്ന ഏതെങ്കിലും വിദഗ്ധനുണ്ടെങ്കിൽ അയാളുടെ അഭിമുഖങ്ങൾ വായിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കുക. അയാൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ മനസ്സിലാക്കി തുടക്കം കുറിക്കുക. നിങ്ങളുടെ വിഷയത്തിൽ ഇൻ്റർനെറ്റിൽ വിദഗ്ധ സംഘങ്ങളുണ്ടാവും, അതിൽ ചേരുക.
നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുക. ചോദ്യങ്ങൾ ചോദിക്കുക. കുറച്ച് കഴിയുമ്പോൾ സംഘത്തിലെ ഏറ്റവും മിടുക്കനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. പിന്നെ ചോദ്യങ്ങൾ അയാളോടാവാം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നല്ലൊരു പരിഭാഷകനാകാനാണ് ആഗ്രഹം എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നോവൽ പരിഭാഷപ്പെടുത്തി തുടങ്ങുക. എന്നിട്ട് അതിൻ്റെ പ്രസിദ്ധീകരിച്ച പരിഭാഷയുമായി താരതമ്യം ചെയ്യുക. ഓരോ വരിയും വിശകലനം ചെയ്യുക. എന്തുകൊണ്ടാണ് പരിഭാഷകൻ ഇത്തരമൊരു വാക്കുപയോഗിച്ചത്? എന്തുകൊണ്ട് ഞാൻ മറ്റൊരു വാക്ക് തിരഞ്ഞെടുത്തു? നിങ്ങളുടെ മനസ്സിലെ ലക്ഷ്യത്തിലെത്തിയ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പുസ്തകങ്ങളോ ആത്മകഥകളോ വായിക്കുക. ഒരു നിർബന്ധിത പരിശീലന ക്ലാസ്സിനുള്ള രൂപരേഖ തയ്യാറാക്കുക. ലക്ഷ്യമെന്തെന്ന് നോക്കി നിരീക്ഷിച്ച് മനസ്സിലാക്കുക. പുതിയ ഒരാശയമുണ്ടെങ്കിൽ അത് മുമ്പ് ചെയ്തവരോടും വിദഗ്ധരോടും അഭിപ്രായം ചോദിക്കുക. അവരുടെ അധ്വാനത്തെക്കുറിച്ച് മനസ്സിലാക്കുക. അവ നിങ്ങളുടെ ആശയത്തേക്കാൾ മെച്ചപ്പെട്ടതാണോ? എന്തുകൊണ്ട്? പരിശീലന സമയത്ത് അതിൽ മാത്രം ശ്രദ്ധിക്കുക. ശ്രദ്ധ മാറാതിരിക്കാൻ അധ്യായം 12-ൽ ഞങ്ങൾ വിവരിക്കുന്ന പൊമോഡറോ രീതി പരീക്ഷിക്കാവുന്നതാണ്. അതൊരു യാന്ത്രിക പ്രവർത്തനമാണെങ്കിൽ, അതായത് ശാരീരിക ചലനം മെച്ചപ്പെടുത്തുന്നതാണെങ്കിൽ അത് ക്യാമറയിൽ റെക്കോർഡ് ചെയ്തു വയ്ക്കുക. സ്വന്തം പ്രതികരണം. പരിശീലനം കഴിഞ്ഞാൽ സ്വന്തം പ്രതികരണം ആരായുക. എന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? സ്വയം എന്ത് തോന്നുന്നു? സന്തോഷം, മുഷിപ്പ്, ശ്രദ്ധയില്ലായ്മ? വളരെ ലളിതമെങ്കിൽ അടുത്ത പരിശീലനത്തായി ക്ലേശകരമായ എന്തെങ്കിലും കണ്ടുപിടിക്കുക. തിരുത്തുവാനായി തെറ്റുകൾ കുറിച്ചു വയ്ക്കുക. ഞാൻ പതിവായി ചെയ്യുന്ന തെറ്റെന്ത്? എവിടെയാണ് എനിക്ക് ഏറ്റവും അധികം സംശയം തോന്നിയത്? മെച്ചപ്പെടുത്താൻ എന്തെല്ലാം ചെയ്യണം? തെറ്റൊന്നുമില്ല എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം ഉത്കർഷേച്ഛ നിറഞ്ഞതല്ല. അതിനാൽ നിങ്ങൾ പുരോഗമനത്തിൻ്റെ പാതയിലല്ല. ക്ലാസ്സിന് മുമ്പ് തോന്നിയ സംശയങ്ങൾ എഴുതി വയ്ക്കുക. ഇത് ആരോടാണ് ചോദിക്കേണ്ടത് എന്ന് മുൻകൂട്ടി നിശ്ചയിക്കുക. അത് ഒരു ഇൻ്റർനെറ്റ് സംഘത്തിൻ്റെ വിദഗ്ധനോടാവാം, അല്ലെങ്കിൽ ഒരു വിദഗ്ധനോട് നേരിട്ടൊരു മുറിയിൽ വെച്ചാവാം, അല്ലെങ്കിൽ ഇതേ മേഖലയുള്ള ഒരു സുഹൃത്തിനോടൊപ്പം ചോദ്യങ്ങളും ഉത്തരങ്ങളും കുറിച്ചു വയ്ക്കുക. താങ്ക് യു.